25% തീരുവ ഓഗസ്റ്റ് 7-ന് പ്രാബല്യത്തിൽ വരാനിരിക്കെ ട്രംപ് വീണ്ടും ഭീഷണികൾ തുടരുകയാണ്. യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് ഇന്ത്യയ്ക്ക് ആശങ്കയില്ല എന്നും റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല അത് മറിച്ചുവിറ്റ് ലാഭമുണ്ടാക്കുന്നു. ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യ യുഎസ്എക്ക് നൽകേണ്ട തീരുവ ഉയർത്തുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും വിമർശനങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം ന്യായീകരിച്ചു. വിദേശകാര്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടാതെ ഊർജ്ജ ചെലവ് പ്രെഡിക്റ്റബിൾ, അതായത് പ്രവചനാതീതവും അതുപോലെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്നതുമായി നിലനിർത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളെ ന്യായീകരിക്കാനാവാത്തതും അതുപോലെ യുക്തിരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം മുദ്രകുത്തി. ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ഇന്ത്യ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും പ്രസ്താവിച്ചു. യുക്രൈനിലെ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് പതിവ് വിതരണ ലൈനുകളിലെ തടസ്സങ്ങളാണ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിക്ക് കാരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട്. ദേശീയ താൽപര്യവും വിപണി യാഥാർത്ഥ്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഒരു പരമാധികാര തീരുമാനമാണ് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയെന്ന് വിദേശകാര്യ മന്ത്രാലയം ഊന്നി പറഞ്ഞു. ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നത് അന്യായവും യുക്തിരഹിതവുമാണ്. ഏതൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയെയും പോലെ ഇന്ത്യയും അതിന്റെ ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം പരമ്പരാഗത എണ്ണ യൂറോപ്പിലേക്ക് തിരിച്ചുവിട്ടതിനാലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനായി ആ സമയത്ത് അമേരിക്ക ഇന്ത്യയുടെ അത്തരം ഇറക്കുമതികളെ സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. യുക്രൈൻ യുദ്ധം കാരണം റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന യൂറോപ്പിൽ നിന്നുള്ളവർ പിന്മാറി. പിന്നാലെയാണ് റഷ്യയുടെ എണ്ണയുടെ പ്രധാന വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ മാറിയത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമായ ഒരു കയറ്റുമതി വിപണി നൽകുകയും ചെയ്തു ഈ ഒരു നീക്കം. റഷ്യയുടെ ഖജനാവ് ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഇന്ത്യ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കുകയും ചെയ്തിരുന്നു. 2023 യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി 67.5 ബില്യൺ യൂറോയുടെ ചരക്കുകളുടെയും 17.2 ബില്യൺ യൂറോയുടെ സേവനങ്ങളുടെയും ഉഭയകക്ഷി വ്യാപാരം നടത്തിയെന്നും ഇത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തെക്കാൾ വളരെ കൂടുതലാണെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. 2024 റഷ്യയിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയന്റെ LNG ഇറക്കുമതി 165 ലക്ഷം ടൺ എന്ന റെക്കോർഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ അമേരിക്ക തങ്ങളുടെ ആണവ വ്യവസായത്തിനായി യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, ഇലക്ട്രിക് വാഹന വ്യവസായത്തിനായി പെലേഡിയം, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി തന്ത്രം ഊർജ്ജ സുരക്ഷയ്ക്കും താങ്ങാനാകുന്ന വിലയ്ക്കും മുൻഗണന നൽകുന്നു. രാജ്യം അതിന്റെ ഊർജ്ജ ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചു. വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി റഷ്യ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിച്ചു. ഇന്ത്യ റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങി ലാഭത്തിനായി വീണ്ടും വിൽക്കുന്നുണ്ടെന്ന് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വരുന്നത്. ഇത് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും അതിന്റെ ഫലമായി ഇന്ത്യ USAക്ക് നൽകുന്ന താരിഫ് ഗണ്യമായി ഉയർത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പൗരന്മാർക്ക് പ്രവചനാതീതവും താങ്ങാനാകുന്നതുമായ ഊർജ്ജ വില ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഇറക്കുമതികളെ നയിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വലിയ തോതിലുള്ള ഊർജ്ജ അരക്ഷിതാവസ്ഥ ഇല്ലെങ്കിലും ഇന്ത്യ ഇപ്പോൾ വിമർശിക്കുന്ന രാജ്യങ്ങൾ, ഈ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുമായി വളരെ വലിയ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയുടെ ഇറക്കുമതി ഇന്ത്യൻ ഉപഭോക്താവിന് പ്രവചനാതീതവും താങ്ങാനാവുന്നതുമായ ഊർജ്ജ ചെലവ് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആഗോള വിപണി സാഹചര്യം അവ നിർബന്ധമാക്കുന്ന ഒരു ആവശ്യകതയാണ്. എന്നിരുന്നാലും ഇന്ത്യയെ വിമർശിക്കുന്ന അതേ രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ടെന്ന് പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ അത്തരം വ്യാപാരം ഒരു സുപ്രധാന ദേശീയ നിർബന്ധം പോലുമല്ലായിരുന്നിട്ടും ഈ രാജ്യങ്ങൾ വ്യാപാരം നടത്തുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.